സേലം മാങ്ങ അടക്കാൻ വേണ്ടി ചെന്നൈ പോവുകയാണ്. അതിൻ്റെ ഭാഗങ്ങൾ ദൃശ്യങ്ങൾ വയ്ക്കുന്ന കാണിച്ച് സംസാരിച്ച് പോകാം നമുക്ക്. അപ്പോൾ പാലക്കാട് കഴിഞ്ഞപ്പോൾ അവിടെ ചായക്കട ഉണ്ട്, സലാമാക്കാൻ്റെ ചായക്കട എന്ന് പറയും. അവിടെ കടിക്ക് 6 റുപ്യ ഉള്ളൂ, ചായക്ക് 10 റുപ്യ. അപ്പോൾ ഞങ്ങൾ 3 കടി 4 കടി ചായ കുടിച്ച് നോക്കുമ്പോൾ നല്ല രസമുള്ള കടി വെറും 6 റുപ്യ. പഴംപൊരി ഉണ്ടപ്പൊരി എല്ലാ സാധനത്തിനും 6 രൂപ ഉള്ളൂ. അത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്രയാണ്. പാലക്കാട് ഇങ്ങനെ കഴിഞ്ഞും കൊണ്ട് പോവുകയാണ്. പാലക്കാടിൻ്റെ ടൗണിൻ്റെ ചില ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അവിടുത്തെ സൂപ്പർ മാർക്കറ്റൊക്കെ അത് കാണുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ പോകണം. അവിടുത്തെ ഒരു ക്രിസ്ത്യൻ വലിയ പള്ളി കാഴ്ചകൾ, പിന്നെ റോഡരികിലൂടെ പോകുമ്പോൾ പാടങ്ങളും, കുറച്ചാണ്ട് പോയി കഴിഞ്ഞാൽ നല്ല മലകൾ, മയക്കാറ് മൂടി നിൽക്കുകയാണ്. പക്ഷെ അന്ന് കേരളത്തിലൊക്കെ നല്ല മഴയാണ്. പക്ഷെ അവിടെ ചെന്നൊക്കെ മഴയൊന്നുമില്ല. ഇവിടെ മേഘം അങ്ങനെ മൂടി നിൽക്കണമെന്നുള്ളൂ സംഭവങ്ങൾ. പക്ഷെ ഇറങ്ങി നിന്ന് കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അത് ലോറിയായിട്ട് പോവല്ലേ, അപ്പോൾ കാണാൻ പറ്റിയ നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. കുറച്ചാണ് കഴിഞ്ഞാൽ വലിയൊരു പാറയുണ്ട്, ഒരുപാട് ഇങ്ങനെ പരന്ന് കിടക്കണ പാറ. അതിൻ്റെ മേലെ ആളുകൾ വന്ന് സ്ഥലങ്ങളൊക്കെ അതാ അത് നല്ല ഷോ ആണ്, വൈബ്. അതൊക്കെ ആസ്വദിച്ച് പോവാം. ഇത് പാലക്കാട് ചെന്നൈ റൂട്ടിലുള്ളതാണ് സംഭവങ്ങളാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങനെ വൈക്ക് ഇങ്ങനെ പോകുന്ന ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ കാണിക്കുകയാണ്. അതായത് പെട്രോൾ പമ്പ് ഇതാ. അത് കഴിഞ്ഞ് മാങ്ങ തോട്ടത്തൊക്കെ പോണതും അവിടുന്ന് ചായ കുടിക്കണതും ഒക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. തെങ്ങും തോപ്പ് കണ്ടില്ലേ, എന്താ രസം, പച്ചപ്പ്. അവിടെയൊക്കെ വന്നത് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കണം. നല്ല കാലാവസ്ഥയാണ് അവിടെ ഇട്ടാൽ, പക്ഷെ മഴ ഇല്ലാന്നുള്ളൂ. അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്നൊരു മൂത്രമൊഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണത്. അതും കഴിഞ്ഞ വണ്ടി ഇതാ. അതും കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെടാൻ നിൽക്കുകയാണ്. എന്താ കൊച്ചി തിരുവനന്തപുരമാണ്. വീണ്ടും കരിമ്പനത്തോട്ടവും പാടങ്ങളും ഭാഗങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ള വൈബാണ് കേട്ടോ. എന്താ പറയുക, വലിയ മല ദൂരത്തു നിന്നാണ് കാണിക്കുന്നത്, അടുത്ത് കാണാൻ കഴിയുന്നില്ല. വലിയ മല ആകാശത്തോട് മുട്ടി നിൽക്കണ മാതിരിക്ക് സംഭവം രസമുള്ള സംഗതിയാണ്. അങ്ങനെ ചെന്ന് രാത്രിയൊക്കെ ഒന്ന് ദോശ തന്നെയാണ് അവിടെ ചെന്ന്. ദോശ എവിടെ നിന്നാണ്? ദോശ സേലത്തു നിന്നാണ് ദോശ തന്നെയാണത്. അത് കഴിഞ്ഞ് നേരം വെളുത്തിട്ടാ വണ്ടി ആൾട്ടാക്കി നേരം വെളുത്ത് ചായ കുടിക്കാൻ പോകണം. ഒരു ചായ കുടിക്കാൻ പോകും. അവിടെ ചായപ്പൊടി വണ്ടി അവിടെ ആൾട്ടാക്കിയിരിക്കുന്നു. ആളപ്പുറത്തൊക്കെ കാണുന്നത് ചായപ്പൊടി, അണ്ണൻ ചായ ഉണ്ടാക്കുന്നു. ചായ ചോദിച്ച് നോക്കുമ്പോൾ, ചായ കുടിച്ച് നോക്കുമ്പോൾ എൻ്റെ പൊന്നെ ഭയങ്കര മധുരം. 2 ചായക്കുള്ള മധുരമാണ് പഞ്ചസാരയിൽ ഇട്ടിക്കുന്നത്. അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് വീണ്ടും വണ്ടിയുടെ അടുത്ത് ഇങ്ങനെ പോകാൻ നിൽക്കുക. അപ്പോൾ സംഭവം കണ്ടത് ട്രാക്ടറിൻ്റെ വിറകുണ്ടല്ലേ, ട്രാക്ടറിൻ്റെ ഉടൽ ഉള്ള ഉയരവിടില്ല, ഉയര് പോയിക്കണം. ഇനി വിറക് കൊണ്ടുപോകാൻ വരും ട്രാക്ടർ വെച്ച്. അതാണ് ട്രാക്ടർ നിർത്തിയിട്ട് വിറക് അതിന് വണ്ടി തൂക്കാൻ നിൽക്കണം. കാലിൽ തൂക്കണം, മാങ്ങ എടുക്കാൻ പോകുന്നത് തൂക്കണം. തൂക്കിക്കഴിഞ്ഞ് ഒക്കെ ശരിയാക്കിയതിന് ശേഷം തോട്ടത്തിലേക്ക് പോകാനുള്ള പരിപാടിയാണ്, മാങ്ങ പറിക്കാൻ. ഞങ്ങൾ മാങ്ങ പറിക്കൊന്നുമില്ല, തൂക്കി കഴിഞ്ഞു. കാശ് കൊടുത്ത് തോട്ടത്തേക്ക് പോകണം. അവിടെ നിൽക്കുന്നിടന്ന് ഒരു 100 കിലോമീറ്ററോളം ഓടാണ്ട് ഇട്ടാ. ചെന്നൈയുടെ ഭാഗം തന്നെയാണ്, അടുത്ത് തന്നെയാണ്. ചെന്നൈ ഒരു ഭാഗത്ത്, അതിൻ്റെ ബാക്ക് ഭാഗമാണിത്. തോട്ടത്തിങ്ങനെ പോണ്. ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ തോട്ടം കാണും. ഈ കാണുന്നത് ഒരു തോട്ടമാണ്. ഇതിൽ മാങ്ങ കുറവാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് കൂടി പോയിട്ടാണ്. അവിടെ ബാക്കൊക്കെ ഭയങ്കര തോട്ടമായി, വണ്ടി ഫ്രണ്ടിൽ കയറില്ല. ബാക്ക് കൂടി പോയി ഇങ്ങനെ അങ്ങനെ പോയതാണ്. അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണിത്. മാങ്ങണ്ടില്ലേ, ഇതിനപ്പുറം വലിയ മാങ്ങ വേറെ ഉണ്ട്. ഒരു മാങ്ങ 1 കിലോനൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ അവിടുന്ന് ഈ തോട്ടത്ത് കഴിഞ്ഞ് വേറെ തോട്ടത്തേക്ക് കുറച്ച് ബോക്സ് അവിടെ കൊണ്ടുപോയിടണം. അവിടെ നിന്നും പറിക്കാണ്ട് ഒരു തോട്ടത്തിൽ നിന്ന് വണ്ടി ലോഡാവില്ല. അപ്പം അടുത്ത തോട്ടത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. വണ്ടിയിട്ട് ഡ്രൈവർ അങ്ങോട്ട് കൂടെയുള്ള ഡ്രൈവർ അറ്റത്ത് പോയി. ഞാനിവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നതാണ്. കാണാതെ രസമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല. പക്ഷെ ഭയങ്കര ചൂടാട്ടോ അവിടെ ചെന്നൈയിൽ.
മൂച്ചുണ്ടായിട്ട് കാര്യമില്ല. ചൂട് പറഞ്ഞ ഒരു ഇലാണ് അനങ്ങൂല. ഭയങ്കര ഈച്ചയും. ഒന്ന് ഒരു പായരിച്ച് കിടക്കാൻ നോക്കുമ്പോൾ നടക്കൂല. ഭയങ്കര ഈച്ച ശല്യം. വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇത് കഴിഞ്ഞത് ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഈ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ഈ തോട്ടത്തിൽ ഇനിയിപ്പോൾ അങ്ങനെ പോകും. പുറത്തേക്ക് വേറെ തോട്ടത്തേക്ക് മാങ്ങ കണ്ടില്ലേ, അതാ സേലം മാങ്ങയാണ്. വലിയ മാങ്ങയാണ്, പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ ക്ലിയറായിട്ട് കിട്ടണില്ല. ഇതൊക്കെ മൂച്ചിത്തോട്ടാണ്. അത് കഴിഞ്ഞ് വേറെ ഇടത്തേക്ക് മാങ്ങ പിടുന്നുണ്ട്. ഇത് ഞാൻ പൊട്ടിച്ച് കൊണ്ടുപോയി ഞങ്ങൾക്കൊന്ന് കഴിക്കുന്നത്. പഴുത്തിട്ടില്ല, പച്ചട്ട. അതാ മാങ്ങയാണ് ഈ കാണുന്നത്. ഞാൻ പൊട്ടിച്ച് കൊണ്ടുപോയ മാങ്ങയാണ് ഈ കാണുന്നത്. അടുത്ത് പോയി കാണുന്ന സംഭവം. പക്ഷെ കാണാൻ രസമൊക്കെയാണ്, പക്ഷേ ചൂട് സഹിക്കൂല. ഒരു ജോലിയുടെ ഭാഗമായിട്ട് പോയതാണ്. എന്നപ്പോൾ ജീവിക്കണ്ടേ. അതൊക്കെ അത് കയ്യാറായിട്ടില്ല. വലിയ തോട്ടാണ്. ചെറിയ ചെറിയ മൂച്ചുകൾ ഇട്ടാ. ഇതാ വലിയ മാങ്ങ. നല്ല രസമുള്ള മാങ്ങയാണ് ഈ സാധനം. പേര് മറന്നുപോയി. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ആപ്പിളിൻ്റെ മാതിരിക്കുള്ള മാങ്ങ ഉണ്ട്. ചെറിയ ആപ്പിളുണ്ടല്ലോ, ആപ്പിളിൻ്റെ മാതിരിക്കുള്ള മാങ്ങ. അത് കഴിഞ്ഞ് വേറെ തോട്ടത്തേക്ക് ഇനി പോണ്. ഇപ്പോൾ പോവും. ഇതാ മാങ്ങ പറിക്കാണ്. അവിടുന്ന് മാങ്ങ കാണിച്ചിരുന്നു. മാങ്ങാത്തോട്ടം. അത് പറിച്ചിട്ട് നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാനുള്ള മാങ്ങയാണ്. പക്ഷെ പഴുത്ത മാങ്ങ അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ എത്തുമ്പോൾ കേടരും. നല്ല മധുരം നല്ല പൊടിയും കിട്ടും മാങ്ങക്ക്. ചെറിയ ചെറിയ മൂച്ചി. ഇത് മുകളൊരു മാങ്ങയുടെ അല്പം കണ്ടില്ലേ. അത് കഴിഞ്ഞിട്ട് വേറെ തോട്ടത്തേക്ക് വണ്ടിയിട്ട് പോണത്. വേറെ തോട്ടത്തേക്ക് എന്താ വെച്ചാൽ നമ്മളെ പഴയ കാലത്തെ കുടിലുകളവിടെ പുല്ല് കൊണ്ടുണ്ടാക്കിയ അതൊക്കെ. അവിടെ കറണ്ട് ഉണ്ട്, LED TV ഉണ്ട്, ഡിഷ് ഉണ്ട്, എല്ലാ തേങ്ങേൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ചെറിയ ഓലപ്പര. കിടക്കാൻ നല്ല സുഖകരം കേട്ടോ, തണുപ്പ്. ഇത് അവരുടെ അമ്പലം എന്താ തോന്നണത് ആ ഭാഗത്ത്. ഒരു അമ്പലം. തമിഴ്നാട്ടിൽ അങ്ങനെ അമ്പലങ്ങൾ കൂടുതലല്ലേ. തോട്ടത്തൊക്കെ ഭാഗങ്ങൾ. അത് വേറെ തോട്ടം. ഇവിടെ മാങ്ങ കുറവാണ്. ഒരു പൊട്ടിക്കൽ പൊട്ടിച്ചിക്കണ്. അതിന് ശേഷം വീണ്ടും വന്ന. അപ്പോൾ അതിനുള്ള സമയം പിടിക്കും. ഇനിയിപ്പോൾ പണിക്കാരൊക്കെ അതാ വന്നുകൊണ്ടിരിക്കുന്നത് മാങ്ങ പറിക്കാനുള്ള. ചെറിയ തോട്ടിയിട്ട് ഇങ്ങനെ ചാടിച്ച് താഴെക്കിടും. എന്നിട്ട് ബോക്സിലാക്കുക. എന്നല്ല മൂച്ചി. വലിയ ഹൈറ്റൊന്നുമില്ല, തോട്ടി മതി. പിന്നെ താഴത്തുനിന്നൊക്കെ കൈ കൊണ്ട് പൊട്ടിക്കണുണ്ട് കേട്ടോ സംഭവങ്ങൾ. പിന്നെ ചമ്മല കണ്ടില്ലേ. പക്ഷെ മാങ്ങ താഴെ എത്ര പോരെ മാങ്ങയാണ് താഴെ വീണ് കിടക്കണ വെച്ചിട്ടാണ്. പക്ഷെ താഴെ വീണ് ആരും എടുക്കലോ കൊണ്ടുപോകലൊന്നുമില്ല. ഉള്ളിൽ പെട്ടെന്ന് കേടരും. പിന്നെ ചാടിച്ച മാങ്ങയിലുണ്ടാവും കേട്ടോ. അതൊന്ന് മൂക്കാത്ത മാങ്ങകളൊക്കെ ഉണ്ടാവും. അതൊന്നും ഒരു അങ്ങോട്ട് കയറ്റി വെക്കൂല. അതഞ്ഞ് വേറെ ബോക്സ് വേറെ അപ്പുറത്ത് തോട്ടത്തിൻ്റെ വേറെ ഭാഗത്തേക്ക് കൊണ്ട് വെക്കാൻ പോവാണ്. തോട്ടം വലിയ തോട്ടമാണ്. അപ്പോൾ ബോക്സ് അവിടെ കയറ്റി കണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടല്ല. അപ്പോൾ അവിടെ കാലി ബോക്സ് ഇറക്കുകയും അവിടെ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ അവിടെ പോയി ലോഡാക്കുക. എന്നിട്ട് തിരിച്ച് വീണ്ടും വരിക. ഇത് അതിൻ്റെ തോട്ടത്തിൻ്റെ ബാക്ക് വശങ്ങളാണ്. അവിടെ ഒരു ഭാഗത്ത് ഒഴിഞ്ഞ വീടുണ്ട്. അവിടെ ഒരു വീട് മാത്രം. ഇത് മുളകാണ്. ഇത് മുളക്. അതിൻ്റെ ഭാഗത്ത് വലിയൊരു കിണർ. കരിങ്കല്ല് പൊട്ടിച്ചിട്ട് വലിയ കിണർ. അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് പണി വന്ന് ഞങ്ങൾ ഓടി. ആ ഭാഗത്തുണ്ട് സംഭവം. ഇത് നമ്മളെ മുളകാണ്. ഇതേപോലെ പാക്കാക്കണം. ബോക്സിൽ മാങ്ങ തക്കൂടി ബോക്സിലൊക്കെ ഉടനെ വെച്ചാൽ ചെറിയ പയ്യന്മാരത് മാങ്ങ അറക്കാണ്ടില്ലേ. മാങ്ങ അറുത്ത് ഒരു ടീം അറുത്തുകൊണ്ട് ഇങ്ങനെ പോകും മാങ്ങ. ഒരു ടീം ആ പെറുക്കി കണ്ട് ഒരു ഭാഗത്ത് കാക്കും. പിന്നെ ടീം ബോക്സ് കാക്കും. ഇനി രാത്രി ഇത് മടങ്ങാണ്. രാത്രി കുറച്ച് ഭാഗങ്ങൾ കാണിച്ചത് വന്നു മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് എവിടെയാണ് ഇപ്പോൾ സ്ഥലം?
ഇതിവിടെ രാവിലെ നാസ്താക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ നിർത്തിയത്. ദോശ കഴിക്കാൻ നല്ല ദോശയും ചട്നിയും ഇതാണോ. ഇത് കഴിഞ്ഞ് ഇത് പോരുന്ന് തിരിച്ച് പാലക്കാടിൻ്റെ അടുത്തെത്താറായ ഭാഗങ്ങള മലകളാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, അടുത്തെത്തുമ്പോൾ നമുക്ക്